ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ടേക്ക് എ ട്രേഡ് വിത്ത് ആൻ ഓർഡർ ഫ്ലോ ഓൺ ലണ്ടൻ സെക്ഷൻ. അതായത് എങ്ങനെ നമുക്ക് ഓർഡർ ഫ്ലോ യൂസ് ചെയ്തിട്ട് ഒരു ലണ്ടൻ സെക്ഷനിൽ ഒരു എൻട്രി നമുക്ക് എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലൂസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലോട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് പൗണ്ട് US ഡോളറാണ്. അതായത് GBP USD ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലാണ് നമ്മൾ ഇന്നത്തെ അനാലിസിസ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനീഷ്യലായിട്ട് വേണ്ട ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഡർ ഫ്ലോ, മാർക്കറ്റിൻ്റെ ഓർഡേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് വേണം. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് ഡെയിലി ബയേഴ്സാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കാരണം ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ പോണത് അതിനനുസരിച്ച് വേണം നമ്മളൊരു മാർക്കറ്റിലൊരു എൻട്രി പ്ലേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഏഷ്യൻ സെക്ഷൻ ആയാലും ശരി, ലണ്ടൻ സെക്ഷൻ ആയാലും ശരി, ന്യൂയോർക്ക് സെക്ഷൻ ആയാലും ശരി, നമ്മൾ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആദ്യം മനസ്സിലാവണം. ഓക്കെ, നമ്മൾ എടുത്തുള്ള GBP USD 1 ഡേ ടൈം ഫ്രെയിമാണ് ഇനീഷ്യലി എടുത്തുള്ള ടൈം ഫ്രെയിം. ഓക്കെ, ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹ്യൂജ് പുഷ് മേലോട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു പുഷ് തന്നിരിക്കുന്ന അവിടെ ഈ ഒരു ഹൈ ഉണ്ടോ, ഈ ഒരു സ്വിങ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു സ്വിങ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് നമുക്ക് ഡൗണിലോട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് എവിടെയെന്ന് മനസ്സിലാവോ? ഒരു സ്വിങ് ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു സ്വിങ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗണിലോട്ട് വന്നിരിക്കുക. അതായത് ഈ ഒരു ദിവസം മാർക്കറ്റ് ഡൗണിലോട്ട് ഒരു ഹ്യൂജ് പുഷാണ് തന്നിട്ടുള്ളത്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി ഒരു പുഷാണ് തന്നിട്ടുള്ളത്. അത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടോ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഹ്യൂജ് പുഷ് മാർക്കറ്റ് ഡൗണിലോട്ട് തന്നു. ആൻഡ് ദെൻ ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ നമുക്കൊരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. എന്നിട്ട് പ്രീവിയസ് ഡേ ആ ഒരു FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിലോട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഡേയിൽ കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ഈ ഒരു FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഡൗണിലോട്ട് റിയാക്ട് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ഡെയിലി ബയേഴ്സ് മാർക്കറ്റ് ഡൗണിലോട്ടാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് 1 ഡേ ക്യാൻഡലിൻ്റെ എക്സ്പാൻഷൻ മാർക്കറ്റ് ഡൗണിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് വേണം? 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ടൈം എടുക്കണേ. ഓക്കെ, ഈ ഒരു ലൈനിന് ശേഷമാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഒരു 1 അവറിൻ്റെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു FEGൻ്റെ ഉള്ളിലേക്ക് ടാപ്പ് ചെയ്തിട്ടില്ലേ? ഇത് 1 ഡേ ക്യാൻഡലിൻ്റെ 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ FEG ആണ് ഇത്. അത് FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ടാപ്പ് ചെയ്തിരിക്കണത്? ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ഒരു FEGൻ്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഹൈ പ്രോബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ലേ? എൻ്റെ മാർക്കറ്റ് ഈ ഒരു പുഷ് മാർക്കറ്റ് തന്ന് ഈ ഒരു MSS മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു MSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ചെറിയ റിട്രേസ്മെൻറ്റ് മാർക്കറ്റ് തന്നു. വീണ്ടും ഒരു ഹെവി പുഷാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഈ ഒരു ഹെവി പുഷാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് എവിടം വരെയാണ് ഒരു ഡൗൺലോട്ട് ആ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്? മാർക്കറ്റ് വെറുതെ ഒരു സ്ഥലം വരെ നമുക്കൊരു മൂവ്മെൻറ്റ് തരുമല്ലോ. മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സെർട്ടൻ പ്ലേസ് വരെ ആയിരിക്കും മാർക്കറ്റ് പോവുക. അതായത് അവർ സെർട്ടൻ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കത് എവിടം വരെയാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ 2 ലിക്വിഡിറ്റി പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും 1 അവർ ടൈം ഫ്രെയിമിൽ. അത് നമുക്ക് എവിടെയാണ് ഈ 2 ലിക്വിഡിറ്റി പോയിൻ്റ് ഉള്ളത്? ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. അത് നമുക്ക് ഇനീഷ്യലായിട്ട് ഏറ്റവും പ്രോബിലിറ്റി ഉള്ള ലിക്വിഡിറ്റി ഏതാ? ഈ ഒരു ലിക്വിഡിറ്റി അല്ലേ? അതൊരു 1 ഡേ ക്യാൻഡലിൻ്റെ ലോയും കൂടിയാണ്. നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു. ഈ ഒരു ലിക്വിഡിറ്റിയിലോട്ട് നമ്മൾ മാർക്കറ്റ് വരുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ എക്സ്പാൻഷൻ. 1 ഡേ ക്യാൻഡലിൻ്റെ എക്സ്പാൻഷൻ ഇന്നത്തെ ദിവസം ഈ ഒരു ലിക്വിഡിറ്റി, മിനിമം ഈ ഒരു ലിക്വിഡിറ്റി, ആൻഡ് ദെൻ പിന്നെ ഈ ഒരു ലിക്വിഡിറ്റി എടുത്താലും എടുക്കാം. അതായത് ഈ ഒരു ലിക്വിഡിറ്റി കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങനെയാണോ റിയാക്റ്റ് ആവണേ അതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റിക്കും എടുക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇനീഷ്യലി നമുക്ക് എന്താ വേണ്ടത്? ഒരു സേഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സേഫസ്റ്റ് ടാർഗറ്റ് ഒരു ഹൈ പ്രോബിലിറ്റി ഒരു ലിക്വിഡിറ്റി കിട്ടി. അത് 1 ഡേ ക്യാൻഡലിൽ ലോ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു 1 ഡേ ക്യാൻഡിൽ ലോ ആയിട്ട് വരും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ നമുക്ക് എടുത്തു. ഈ ഒരു ലോ നമുക്കൊരു ലിക്വിഡിറ്റി പോയിൻ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് മാർക്കറ്റ് അവിടം വരിക എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടി.
അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഈ GBP/USD ഞാൻ ഏഷ്യൻ സെക്ഷനിൽ എൻ്റർ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇന്നത്തെ ദിവസം ഏഷ്യൻ സെക്ഷനിൽ നല്ലൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏഷ്യൻ സെക്ഷനിൽ ഈ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണുണ്ടോ എല്ലാം ചെറിയ ചെറിയ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ മാനിപ്പുലേഷൻസ് നമുക്ക് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ചെറിയ ചെറിയ ക്യാൻഡിലാകുമ്പോൾ അവിടെ വോള്യൂം കുറവായിരിക്കും. ആൻഡ് ഇവിടെ നിന്നായിരിക്കും നമുക്ക് ലണ്ടൻ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവുന്നത്. 12:13 ലണ്ടൻ സെക്ഷൻ തുടങ്ങാം. അപ്പോൾ ഈ ലണ്ടൻ സെക്ഷൻ തുടങ്ങിയതിന് ശേഷമുള്ള വോള്യൂം നോക്കിയേ, കണ്ടോ? ഇതാണ് കറക്റ്റ് വോള്യൂം ഉള്ള സമയത്ത് നമുക്ക് എൻ്റർ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് നിന്ന് ഒഴിവാവാം. നമുക്ക് ഒരുപാട് നേരം ചില സമയത്ത് നമുക്ക് ടാർഗറ്റ് അല്ല, നമ്മളൊരു എൻ്റർ എടുത്ത് കഴിഞ്ഞാൽ എൻ്റർ SL അടിക്കില്ല, ടാർഗറ്റും അടിക്കില്ല, അങ്ങനെ തന്നെ വെയിറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ആ വോള്യൂം ഇല്ലാത്ത സമയത്ത് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, നമുക്ക് 50 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു ലൈനിന് ശേഷമാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡെയിലി എക്സ്പാൻഷൻ എങ്ങോട്ടാണ്, അതായത് ഡെയിലി ബയേഴ്സ് നമുക്ക് എങ്ങോട്ടാണ് വേണ്ടത്? ഡൗണിലോട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡൗണിലോട്ടുള്ള എൻട്രിയല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ലണ്ടൻ സെക്ഷനിലായിരുന്നു നമ്മുടെ എൻട്രി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലണ്ടൻ സെക്ഷൻ എപ്പോഴാണ് ടൈം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതായത് ഇന്ത്യയിലെ ടൈം എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12:30 PM, അതായത് ഉച്ചയ്ക്ക് 12:30 ലണ്ടൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിൽ തുടങ്ങുമ്പോഴാണ് ലണ്ടൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള ഒരു എൻട്രി ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ ലണ്ടൻ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു എൻട്രി നമുക്ക് പ്രിഫർ ചെയ്യുന്നില്ല. അതായത് അതിന് ശേഷം മാനിപ്പുലേഷൻസ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അതിന് മുമ്പ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ലണ്ടൻ സെക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു എൻട്രി വേണം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് എടുത്തിട്ടുണ്ട് 12:30 ടൈമിൻ്റെ ഈ ഒരു ഇതാണ്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? മാർക്കറ്റ് എവിടേക്കാണ് പോയിട്ടുള്ളത്? നമുക്ക് ഡൗണിലോട്ടുള്ള എൻട്രിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഡൗണിലോട്ടുള്ള എൻട്രിക്ക് നല്ലൊരു എൻട്രി മോഡൽ നമുക്ക് ഇവിടെ തരുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. മാർക്കറ്റ് ഒരു 12:30 എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഓർഡർ ബ്ലോക്ക്, കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്, അതായത് ബീറിഷ് ഓർഡർ ബ്ലോക്കിലോട്ടാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഒരു FEG ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു FEG ഇൻവേഴ്സ് ആയതല്ല, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പോയിട്ടുള്ളതാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. അതിന് ശേഷം നമുക്ക് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് ഉടനെ നമ്മുടെ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? മാർക്കറ്റിൽ നമ്മളൊരു എൻട്രി പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കൺഫർമേഷൻ വേണം. ഓക്കെ, നമുക്ക് ആ കൺഫർമേഷൻ നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ എടുക്കും? 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത്. ആ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ലോവർ ചെയ്യുക. ആ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിന് നമ്മൾ ജസ്റ്റ് ലോവർ ചെയ്തിട്ട് ആ ഒരു ടൈം ഫ്രെയിം 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ വരണം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? മാർക്കറ്റ് ഇതാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏതൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിക്വിഡിറ്റി, എൻ്റെ ഈ ഒരു മോഡലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ഒരു എൻട്രി നമുക്ക് പറഞ്ഞു തരാറുള്ളത്. അതായത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഒരു എൻട്രി പ്രിഫർ ചെയ്യില്ല. ഓക്കെ, നമുക്കൊരു ഹൈ പ്രോബിലിറ്റി എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അനദർ ലിക്വിഡിറ്റിയിലോട്ട് പോകുന്ന രീതിക്കാണ് ഞാൻ മോസ്റ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലൂടെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ? സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ ആണ്. നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹൈ ആണെന്ന് പറയാനുള്ള റീസൺ, അതായത് ഈ ക്യാൻഡലിനെയും വെച്ച് ലോവറാണ് ഈ ക്യാൻഡലിൻ്റെയും ഹൈ. അപ്പോൾ അതായത് ഇതൊരു സ്വിംഗ് ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ആൻഡ് ദെൻ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? ഒരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ്, അതായത് ബിയറിഷ് MSS നമുക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കണം. ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ലേ? അതെങ്ങനെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? വിത്ത് ആൻ FEG അല്ലേ? ഇവിടെ ഒരു FEGയോട് കൂടിയാണ് മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഹൈ പ്രോബിലിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു FEG ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു ബിഗ് മൂവ് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അർത്ഥം. ഓക്കെ, ഇവിടെ എല്ലാവർക്കും കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ ഒരു FEG വന്നില്ലെങ്കിൽ ഇപ്പോൾ എന്താ നമുക്ക് എൻട്രി എടുക്കാമല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു FEG എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു ബിഗ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു അടയാളമാണ് മാർക്കറ്റ് ആ ഒരു ഹ്യൂജ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് തരുന്നത്.
അതാണ് ഒരു FEG ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്കൊരു ഫാൻറ്റസി ആയിട്ട് നമ്മളൊരു നെയിം ഇട്ടെന്നുള്ളൂ. അതിൻ്റെ ബാക്കിൽ നടക്കണ റിയാക്ഷൻസ്, അതിൻ്റെ ബാക്കിൽ നടക്കണ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഒരു ഹ്യൂജ് മൂവ്, ഒരു ഹ്യൂജ് ഓർഡേഴ്സ് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. അതിനാണ് ആ FEG എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും ആ FEGൻ്റെ ഉള്ളിലോട്ട് പോയി മിറ്റിഗേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് ഡൗണിലോട്ട് വീണ്ടും പുഷ് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു FEGൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. അതായത് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കും. അതായത് എപ്പോഴും പറയുന്ന പോലെ ആ ഒരു സ്വിംഗ് ഹൈൻ്റെ മേലെ കൊണ്ടുവയ്ക്കും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 1 hour ടൈം ഫ്രെയിമിലെ ആ ഒരു ലോ, അത് നമ്മുടെ ടാർഗറ്റും കൊണ്ടുവച്ചു. അതായത് ഇവിടെ ടാർഗറ്റ്, ഇവിടെ എൻട്രി, ഇവിടെ സ്റ്റോപ്പ് ലോസ്. ആൻഡ് ദെൻ ആസ് സൂൺ ആസ് നമ്മുടെ ഒരു എൻട്രിയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത ഉടനെ മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലനുസരിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് എത്ര കിട്ടിയിരിക്കണം? 1:2 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് 1:2 ആണ് നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ 1:2 അടിച്ചിട്ടാണ് ഞാൻ മാർക്കറ്റിൽ എക്സിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ 1:3 അടിച്ചിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ എക്സിറ്റ് ആവുള്ളൂ എന്ന് ചിലപ്പോൾ പറയായിരിക്കും ഒരാൾക്കാർ. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്നാണ് മാർക്കറ്റിൽ എൻട്രി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 1:2 എക്സിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താ സംഭവിക്കുക? നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ 1:2 1:3 എന്നൊക്കെ പറയുന്ന സംഭവം നമുക്കൊരു സ്റ്റാറ്റിക്കാണ്. ഈ 1:1 1:2 എന്നൊക്കെ പറയണത് ഒരു മാർക്കറ്റിലൊരു സ്റ്റാറ്റിക്കായിട്ട് നമുക്ക് ഒരു ലോസിന് ഇത്ര % ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് റിയാലിറ്റിയിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു ലിക്വിഡിറ്റിയാണ്. അതായത് 1:2 അവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി വേണം. അതായത് ഇവിടെ കറക്റ്റായിട്ട് ഈ 1:2 അവിടെ ലിക്വിഡിറ്റി ഇല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എക്സിറ്റായി. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ 1:2 അടിച്ചാൽ ചിലപ്പോൾ ഇവിടെയാണ് 1:2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയാലേ മാർക്കറ്റിൽ ഞാൻ എക്സിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. ഈ ഒരു മൂവ് ചിലപ്പോൾ തരണം എന്നില്ല. മാർക്കറ്റ് ഇവിടെ തന്നെ ഈ ഒരു റിട്രേസ്മെൻറ്റ് തന്നിട്ട് ബ്രേക്ക് ഇവൻ അടിച്ചിട്ട് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് നമ്മുടെ എക്സിറ്റ് ആക്കാമല്ലോ. മനസ്സിലായോ? അതായത് നമ്മൾ കറക്റ്റ് ആ ഒരു 1:2 അടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആ ലിക്വിഡിറ്റി പോയിൻറ്റ്സിലാണ് നമ്മൾ എക്സിറ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കണം നമ്മുടെ 1:1 1:2 എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് 1:3 അടിച്ചാലേ ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. മാർക്കറ്റ് അങ്ങനെയല്ല വർക്ക് ചെയ്യണം. നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വിൻ റേറ്റ്, ഒരു റിസ്ക് റിവാർഡിന് മാർക്കറ്റ് എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യില്ല. മാർക്കറ്റ് എന്തിനാണ് റെസ്പെക്റ്റ് ചെയ്യുക? മാർക്കറ്റ് എന്തിനു നോക്കിയിട്ടാണ് പോവുക? മാർക്കറ്റ് ലിക്വിഡിറ്റിനെ നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ ആ ലിക്വിഡിറ്റി എവിടെയാണെന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു ലിക്വിഡിറ്റിയിൽ വേണം നമ്മുടെ ടാർഗറ്റ് വെക്കണമെങ്കിൽ. അല്ലാതെ നമ്മുടെ RR നോക്കിയിട്ടല്ല നമ്മൾ ടാർഗറ്റ് വെക്കുക. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് വെക്കാണ്ട് നമ്മൾ കറക്റ്റ് ആ ലിക്വിഡിറ്റി പോയിന്റ് നോക്കി ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു കറക്റ്റ് ആ ലിക്വിഡിറ്റി പോയിന്റും റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.